ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോൾ 2 എന്ന സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതുവരെയുള്ള എപ്പിസോഡ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിലായി ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സക്കറിക്ക് മനസ്സിലാകുന്നുണ്ട് ആ 8 പെൺകുട്ടികളുടെയും പേരാകട്ടെ അവിടുത്തെ ദേവിയുടെ 8 അവതാരങ്ങളുടെ പേരായിരുന്നു. ഇവിടെ ജയിലിലാകട്ടെ നന്ദിനിയെ കാണാൻ അവളുടെ പുതിയ വക്കീൽ വരുന്നുണ്ട്. ചെല്ലപ്പം മരിച്ചു പോയതുകൊണ്ട് തന്നെ കേസിന്റെ റീട്രയൽ ഉണ്ടാകും. അതുകൊണ്ട് വീണ്ടും അവളോട് ആദ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അവൾക്ക് അതൊന്നും വീണ്ടും സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിച്ചുപോയി. ഇവിടെ ചെല്ലപ്പയുടെ സത്യം മനസ്സിലാക്കിയ സക്കരയാകട്ടെ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അയാൾ മൂർത്തിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കോർട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പ്രിയംവദ റെഡിയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. അതിനവർ റെഡിയായിരുന്നു. എന്നാൽ മാലതിയോടും സുന്ദരനോടും ഒന്നും തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഇതിൽ ആരാണ് കൊലപാതകം ചെയ്തത്, അതോ 8 പേരും ചേർന്നിട്ടാണോ എന്നൊക്കെ അവർക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ചെല്ലപ്പ കോട്ടേജിൽ വരുന്നതിന് മുമ്പ് മുത്തു വന്നതാണോ, അതോ ചെല്ലപ്പ തന്നെ മുത്തുവിന് വേണ്ടിയിട്ട് കഥവ് തുറന്നു കൊടുത്തതാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു സക്കരയുടെ ഉള്ളിൽ. അങ്ങനെ അവൻ വീണ്ടും ആ അലമാരയെല്ലാം തന്നെ പരിശോധിക്കുന്നു. അതിൽ നിന്നും അവനൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. ആ അലമാരയുടെ നീളവും ആ ഉള്ളിലെ റൂമിന്റെ നീളവും പുറത്തു വന്ന് നോക്കുമ്പോഴുള്ള നീളവും എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. അതായത് ആ അലമാരയ്ക്ക് ബാക്കിലോട്ട് കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അത് പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് അവർ കൂടുതൽ നന്നായിട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് ആ അലമാരയ്ക്കുള്ളിലെ ഒരു ഭാഗം തുറക്കാൻ പറ്റുന്നതായിട്ടും അതിനുള്ളിലേക്ക് ഒരു അറയുള്ളതായിട്ടും മനസ്സിലാക്കുന്നത്. അതുവഴി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ താഴേക്ക് സ്റ്റെപ്പുകളായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി ചെന്നതും ഒരു ടണല്. അതിനുള്ളിലേക്ക് കടന്നതും അവിടെ തീ കത്തിച്ച നിലയിൽ കുറച്ച് പേപ്പറുകളും ഒരു ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. ചെല്ലപ്പയുടെ മിസ്സിംഗ് ആയ ലാപ്ടോപ്പ് ആണതെന്ന് അവന് മനസ്സിലായി. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ 2 സൈഡിലായിട്ട് പിടിച്ചു നടക്കാൻ പറ്റിയ 2 കമ്പികൾ ഉണ്ടായിരുന്നു. കുറെ കൂടി മുന്നോട്ട് പോയതും ഒരു വാതില്, അതിനപ്പുറം കടലായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുത്തു വന്നത് ഇതുവഴിയാണെന്ന് അവർക്ക് മനസ്സിലായി. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു കെട്ടിടമായിരുന്നു അത്. ആ കാലത്ത് പണിതൊരു തുരങ്കപാതയുമായിരുന്നു അത്. അതിനുശേഷം ആ കോട്ടേജിനെ പറ്റിയും ടണലിനെ പറ്റി എന്തെങ്കിലും അറിയാവോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചക്ര മാലതിയോട് സംസാരിക്കുന്നു. ആ കോട്ടേജ് സുന്ദറിന് വേണ്ടിയിട്ടാണ് ചെല്ലപ്പ വാങ്ങിയത്. എന്നാൽ സുന്ദറിന് അതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അയാൾ പിന്നീട് അത് ഓഫീസായിട്ട് ഉപയോഗിച്ചു. ആ ടണലിനെ പറ്റി ഒരിക്കലും അയാൾക്കറിയാൻ സാധ്യതയില്ല എന്നാണ് അവര് പറയുന്നത്. അറിയുമായിരുന്നെങ്കിൽ എന്നോട് എന്തായാലും പറഞ്ഞേനെ. ടിവിയിൽ കാണിച്ച ആ പെൺകുട്ടി എങ്ങനെ കോട്ടേജിൽ വന്നേന്ന് അവർ ചോദിക്കുമ്പോൾ സക്കർ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെന്നും പിന്നീട് പറയാമെന്നുമാണ് പറയുന്നത്. അതിനിടെ ഫെർണാണ്ടസ് ആകട്ടെ ദാമുവിനെ പിടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. നേരത്തെ സക്കറയുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു ഓടുന്നത് ഫെർണാണ്ടസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനെ കൈയോടെ കിട്ടിയത് കാരണമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ എന്നെ കണ്ട് എന്തിനാ പേടിച്ചോടിയെന്ന് ചോദിക്കുമ്പോൾ ദാമു പറയുന്നുണ്ട്. ദാമു ആദ്യം ഒന്നും തന്നെ മിണ്ടുന്നില്ല. മാത്രമല്ല നീ എന്തിനാണ് കാപ്പൂരിയതെന്നും പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് നീ എന്തിനാണ് സമുദ്രത്തിൽ പോയി കുളിച്ചതെന്നും ചോദിക്കുന്നു. എന്ത് പാപമാണ് നീ ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ചില കാര്യങ്ങൾ പറയുന്നത്. ചെല്ലപ്പ അവന്റെ അച്ഛനാണെന്ന്. അത് കേട്ടതും മാലതി ഞെട്ടി. മരിക്കുന്നതിന് മുൻപ് അവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ അച്ഛൻ ആരാണെന്ന്. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും കരുതലും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുടുംബം തകർക്കാൻ അവന് തോന്നിയില്ല. അതോടുകൂടി ഇവിടുത്തെ ഡ്രൈവറായിട്ട് ജോലി നോക്കി ഇവിടെ തന്നെ കൂടി. മരണസമയത്ത് ചിതയ്ക്ക് തീ കൊളുത്താൻ സുന്ദര വല്ലാതെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് താനും ആ ചിതയ്ക്ക് തീ കൊളുത്താൻ അർഹതയുള്ള മകനാണെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ സഹായിക്കാൻ എന്ന വ്യാജേന കാപ്പൂരിയിട്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ചിതയ്ക്ക് തീ കൊളുത്തുകയായിരുന്നു. ചെല്ലപ്പയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് അവൻ 14 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം വിട്ടിട്ട് ആ കാപ്പൂരിയത് തന്നെ. എന്നാൽ ഇത്രയും കാലവും ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്നുള്ള കാര്യം പോലും അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ട് പോലുമില്ല. ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് മാലതി. അതിനിടയ്ക്ക് ഇവിടെ ജയിലിലാകട്ടെ ആ പെൺകുട്ടികൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി ഗ്യാസ് ഇരിക്കുന്ന റൂമിലേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് നന്ദിനിയാകട്ടെ സരോജയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വലിയൊരു ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ട് ഓടിച്ചെല്ലുമ്പോഴാകട്ടെ കിച്ചണിൽ പലയിടത്തും തീയും പുകയുമാണ് കാണുന്നത്. ആ മുപ്പി എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ വീണ്ടും ഫിക്സ് വന്ന പോലെ തറയിൽ കിടന്ന് പെടുകയും ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ആരും പോകാൻ ബാക്കിയുള്ള കുറച്ച് പെൺകുട്ടികൾ സമ്മതിക്കുന്നില്ല. അവൾക്ക് കുറച്ച് കാറ്റും വെളിച്ചം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും മറ്റു പോലീസുകാരികൾ അവളെ വന്ന് എടുത്തുകൊണ്ട് പോവുകയും അവിടെയുള്ള ചെറിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഉപ്പിക്ക് നേരത്തെ തന്നെ ഒരു തവണ ഇതുപോലെ വന്നതുകൊണ്ട് അവൾക്ക് ഇവരെ അറിയാമായിരുന്നു. വേണ്ട ശുശ്രൂഷയെല്ലാം തന്നെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബ്ലാസ്റ്റില് കുറെ പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെയുണ്ടായിരുന്ന ആ ഒരു നേഴ്സിനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന 8 പെൺകുട്ടികൾ ഒരു പെൺകുട്ടി വന്നിട്ട് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് അവിടെ മറ്റൊരു ബ്ലോക്കിൽ ഒരു കൊച്ചുകുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവിടേക്ക് ചെല്ലാൻ. ഈ പെൺകുട്ടികളുടെ ആ ഒരു പെരുമാറ്റത്തിലുള്ള മാറ്റം എല്ലാം തന്നെ നന്ദിനി കാണുന്നുണ്ടായിരുന്നു. തീ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടരാൻ തുടങ്ങിയതോടുകൂടി പോലീസുകാർ അവിടെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. ആ ഒരു ബഹളത്തിനിടയ്ക്ക് മുപ്പിയുടെ അടുത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ഫിറ്റ്സ് വന്ന പോലെ അഭിനയിക്കുകയായിരുന്നു. ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയതും അവിടെ നിന്ന് അവൾ റെക്കോർഡ്സ് ഇരിക്കുന്ന റൂമിലേക്ക് കടക്കുന്നു. എന്നിട്ട് തന്റെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു നമ്പർ നോക്കിയിട്ട് ആ ഒരു ഫയൽ എടുക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം ആ ഫയലിൽ നിന്നും കുറച്ച് പേപ്പേഴ്സ് എടുക്കുന്നതും ഒരു പോലീസുകാരി അവിടേക്ക് വരുന്നു. ഉള്ളിലെ സൗണ്ട് കേട്ടിട്ട് അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും അവൾ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് നന്ദിനി വന്നിട്ട് ആ പോലീസുകാരിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടു പോകുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് മുപ്പിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. പോലീസുകാരുടെ അടുത്ത് നിന്നും തന്നെ രക്ഷിച്ചതിന് നന്ദിനിയോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്നാൽ താൻ എന്തിനാണ് ഈ റെക്കോർഡ് റൂമിലേക്ക് വന്നതെന്നൊന്നും തന്നെ ആ പെൺകുട്ടി അവളോട് തുറന്നു പറയുന്നില്ല. ഇവിടെ സക്കര പറഞ്ഞിട്ട് ഫോറൻസിക്കിലെ ആൾക്കാർ വന്നിട്ട് ആ ടണലിനുള്ളിൽ നിന്നും കുറെ ഫിംഗർ പ്രിന്റ്സ് എടുക്കുന്നുണ്ട്.
കിട്ടുന്നുണ്ട്. അവിടെ രണ്ട് സൈഡിലായിട്ടുണ്ടായിരുന്ന ആ കമ്പിയിൽ നിന്ന് മാത്രമാണ് അവർക്ക് ഫിംഗർ പ്രിന്റ്സ് കിട്ടുന്നത്. ഒരു സൈഡിൽ ആ 8 പെൺകുട്ടികളുടെയും ഫിംഗർ പ്രിന്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരു പെൺകുട്ടിയുടെ ഫിംഗർ പ്രിന്റ് മാത്രം അപ്പുറത്തെ സൈഡിൽ ആ കമ്പിയിലുമുണ്ട്. ആ ഒരു ഫിംഗർ പ്രിന്റ് മാത്രമാണ് രണ്ട് സൈഡിലെ കമ്പിയിലുമുള്ളത്. സക്കര അവിടെ നിന്ന് തന്റെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഒരേ സമയം രണ്ട് കമ്പിയിലും പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തവണ ആ സൈഡിൽ കൂടിയായിരിക്കാം ആ ഒരു പെൺകുട്ടി കടന്നു പോയിരിക്കുന്നത്. രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടിയായിരിക്കും പോയിട്ടുണ്ടാവുക. ആ ഒരു ഫിംഗർ പ്രിന്റ് ആരുടെയാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് മുത്തുവിന്റേതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ 8 പെൺകുട്ടികളും ഇവിടെ വന്ന ശേഷം തിരിച്ചുപോയി. അതിനുശേഷം മുത്തു മാത്രം വീണ്ടും രണ്ടാമതൊന്നുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗൺ അൺരജിസ്റ്റേർഡ് ആയിരുന്നു. ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗൺഷോട്ടിൽ നിന്ന് വന്ന കാർബൺ ഡസ്റ്റ് ചെല്ലപ്പയുടെ റൈറ്റ് ഹാൻഡിലെല്ലാം തന്നെ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ സൂയിസൈഡ് ചെയ്തതാകാനല്ലേ സാധ്യതയുള്ളൂ. അല്ലാതെ അവള് കൊന്നതാണെങ്കിൽ അയാളുടെ കയ്യില് ആ ഗണ്ണിന്റെ കാർബൺ പൗഡർ ഒന്നും തന്നെ വരേണ്ടതില്ലല്ലോ. എന്നാൽ ആ പെണ്ണ് ചിലപ്പോൾ ചെല്ലപ്പയുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തതാണെങ്കിലോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. അതിന് ചാൻസ് ഉണ്ടാകില്ല എന്ന് മൂർത്തി പറയുന്നു. കാരണം ചെല്ലപ്പെ പോലെ ആരോഗ്യമുള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താം. അയാളുടെ ബോധം ഇല്ലാതാക്കാൻ ഒരു തരത്തിലുള്ള മരുന്നും അയാളുടെ ഉള്ളിലേക്ക് പോലും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ നോർമലായിട്ട് ഇരിക്കുമ്പോഴാണ് അയാളെ കൊന്നിരിക്കുന്നത് തന്നെ. സക്കരയാകട്ടെ അവിടെ എന്തായിരിക്കും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവുക എന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൻ അവന്റെ ഊഹത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ ഉപദ്രവിച്ചതിന് പകരമായിട്ട് ചെല്ലപ്പയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് 8 പെൺകുട്ടികൾ ഒരുമിച്ച് അന്ന് രാത്രി ആ ടണൽ വഴി വീട്ടിലേക്ക് വരുന്നു. തങ്ങളോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം പകരമായിട്ട് ചെല്ലപ്പയുമായിട്ട് അവർ വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അയാളെ ഒരുപാട് മോശമായിട്ട് പറഞ്ഞ ശേഷം അവിടെ നിന്നും തിരിച്ചിറങ്ങി പോകുന്നു. എന്നാൽ ഇറങ്ങി പോകാൻ നേരത്ത് ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മുത്തു മാത്രം തിരിച്ചവിടേക്ക് കയറി വരുന്നു. വീണ്ടും ചെല്ലപ്പയുമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മനം നൊന്നിട്ട് അയാൾ സ്വയം അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. ആ ഒരു ഷോക്കില് എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് തോക്കെടുത്തുകൊണ്ട് ആ അലമാരിക്കുള്ളിൽ പോയി ഇരിക്കുകയായിരുന്നു അവൾ. ആകെ ഷോക്കിലായതുകൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലും ശ്രമിച്ചില്ല. ചിലപ്പോൾ ഇതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഗണ്ണിലെ കാർബൺ പൗഡർ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടികളെല്ലാം തന്നെ നിരപരാധികളായിരിക്കും. മുത്തുവിനെ മാത്രം പോലീസ് പിടിച്ചു എന്നറിഞ്ഞിട്ടാണ് ബാക്കി പെൺകുട്ടികൾ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തു പോയി സറണ്ടർ ആയത്. അപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് മുത്തു ഇരുന്ന ആ ഒരു അലമാര പുറത്തു നിന്നും പൂട്ടിയത്? ആ ഒരു ചോദ്യം നമ്മൾ പരസ്പരം ചോദിക്കാതിരുന്നാൽ തന്നെ ആ പെൺകുട്ടികളെ രക്ഷിക്കാനുള്ള വകുപ്പല്ല ഇതിലുണ്ട്. വേണമെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് ആ ഒരു കാര്യം വിട്ടുകളയാം. അങ്ങനെയാണെങ്കിൽ ആ നിരപരാധികളായ 8 പെൺകുട്ടികളെ രക്ഷപ്പെടുത്താം. അവർ ഓൾറെഡി തന്നെ അയാളെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചക്കരയും മൂർത്തിയും ചിന്തിക്കുന്നത്. ചക്കര അത് പോയി തന്റെ സീനിയറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ പെൺകുട്ടികളോട് ചെയ്തതെല്ലാം അറിഞ്ഞതോടുകൂടി അയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടികൾ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ഇത് ആത്മഹത്യയാണെന്ന് തന്നെ കണക്കാക്കി അവരെ നമുക്ക് വെറുതെ വിടാമെന്ന്. ചിലപ്പോൾ അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അവരോട് ആ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നന്ദിനിയുടെ സഹായത്തോടു കൂടി സക്കരയാകട്ടെ 8 പെൺകുട്ടികളെയും സംസാരിക്കാൻ വേണ്ടി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വാർഡൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരെ അവൾ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത്. സക്കരയെ കണ്ടതും ഇവരെല്ലാവരും ഒന്ന് ഞെട്ടി. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തുറന്നു പറയുന്നതാ നല്ലതെന്ന്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം നിങ്ങളെപ്പോലെ ഞാനും സെക്ഷലി അബ്യൂസിന് ഇരയായിട്ടുണ്ട്. സ്വന്തം അങ്കിള് തന്നെയാണ് എന്നോട് എന്റെ സഹോദരിയോട് ഇങ്ങനെ ചെയ്തത്. ചിലപ്പോൾ നിങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അയാളെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്നെ ഉപദ്രവിച്ച ആളെ കൊന്നിട്ടാണ് ഞാൻ ഈ ജയിലിൽ വന്ന് നിൽക്കുന്നത്. നന്ദിനിയുടെ സത്യങ്ങൾ കേട്ടതും ആ പെൺകുട്ടികളൊന്നും ഞെട്ടി. സെക്ഷലി അബ്യൂസിനിരയായ എന്റെ കേസ് ചെല്ലപ്പയെ പോലൊരു വ്യക്തിയാണ് ഏറ്റെടുത്തിരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അറപ്പ് തോന്നുന്നു അവൾ പറയുന്നു. സക്കര അവരോട് പറയുന്നുണ്ട്, അന്ന് രാത്രി നിങ്ങൾ അവിടെ പോയി എന്നതിനുള്ള തെളിവുകളെല്ലാം തന്നെ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ തുറന്നു പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സൂയിസൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ഈ കേസ് തന്നെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കാം. അങ്ങനെ സത്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിക്കുന്ന പെൺകുട്ടികളെ കാണിച്ചുകൊണ്ടാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. ആ കടൽ തീരത്ത് രവി എന്ന പേരുള്ള ഒരാളും അയാളുടെ വൈഫ് നാഗമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്ന രവിയാകട്ടെ കൊണ്ടുവരുന്ന മീനുകളെല്ലാം നാഗമ്മയാണ് ലേലത്തിൽ വിറ്റുകൊണ്ടിരുന്നത്. അവർ രണ്ടുപേരും പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിച്ചവരുമാണ്. ഇടയ്ക്കിടയ്ക്ക് രവിയാകട്ടെ തന്റെ ഓണറിന്റെ അടുത്തേക്ക് പോവുകയും അവർക്ക് വേണ്ടി എന്തൊക്കെയോ ജോലികൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഓണർ ആരാണെന്ന് മാത്രം നാഗമ്മയോട് അയാൾ പറയാറില്ല. ഇടദിവസങ്ങൾ അവൻ ഇങ്ങനെ മുങ്ങാറ് പതിവായിരുന്നു. അതുപോലെ ഒരു ദിവസം അവൻ ഓണർ എന്ന് വിളിക്കുന്ന ആ ആളുടെ കുറച്ച് ആൾക്കാർ ഇവനെ കാണാൻ വരുന്നു. എത്രയും പെട്ടെന്ന് ഓണറിന്റെ അടുത്തേക്ക് വരണമെന്നും പറയുന്നു. നാഗമ്മ ആരുടെ അടുത്തേക്കാ പോകുന്നതെന്ന് ചോദിച്ചിട്ടും അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പെട്ടെന്ന് പോയി. വൈകുന്നേരം അവൻ വീട്ടിലേക്ക് തിരിച്ചു വരാത്ത കാരണം അവനെ അന്വേഷിച്ച് ബോട്ടിലേക്ക് പോവുകയായിരുന്നു നാഗമ്മ. ആഹാരമായിട്ട് അവിടെ ചെന്നിട്ടും അവനെ അവിടെ എങ്ങും തന്നെ കാണുന്നില്ല. കടൽ തീരത്തെല്ലാം തന്നെ അവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. ആ കടൽ തീരത്ത് ലൈറ്റ് ഹൗസിന്റെ അടുത്തുള്ള കോട്ടേജിന്റെ തുരങ്ക പാതയിലൂടെ ഈ രവിയാകട്ടെ ഒരുപാട് പെൺകുട്ടികളെയും കടത്തിക്കൊണ്ട് പോവുകയാണ്. ആ പെൺകുട്ടികളുടെ എല്ലാം തന്നെ കൈ കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സീരീസിലെ 8 പെൺകുട്ടികളായിരുന്നു അത്. അതുകൊണ്ട് നാഗമ്മ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവനാകട്ടെ പെൺകുട്ടികളെ എല്ലാം തന്നെ ബോട്ടിന്റെ അടിയിലുള്ള അറയിലേക്ക് കൊണ്ടുപോകുന്നു. മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മുകളിലേക്ക് കയറി വന്നപ്പോഴാകട്ടെ നാഗമ്മ അവിടെ നിൽക്കുന്നു. അവൾ അതെല്ലാം കണ്ടുവെന്ന് മനസ്സിലായതും അവൻ ആകെ വല്ലാതെയായി. എന്നാൽ അവളാകട്ടെ അവന് ഒരുപാട് വഴക്ക് പറയുകയാണ്. നീ ഇത്തരം പ്രവർത്തികളാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇതെല്ലാം ഓണർ പറഞ്ഞിട്ടാ ചെയ്യുന്നതെന്നും ഇഷ്ടംപോലെ കാശ് കിട്ടുമെന്നും അവൻ പറയുന്നുണ്ട്. തനിക്കും ചെയ്യാൻ മനസ്സൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്കും ജീവിക്കാൻ
ജീവിക്കണ്ടേ, മാത്രമല്ല ഇതെന്റെ അവസാനത്തെ ജോലിയാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാലും നാഗമ്മ കേൾക്കുന്നില്ല. ആ പെൺകുട്ടികളെല്ലാം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനാണ് അവൾ പറയുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത കാരണം ദേഷ്യം വന്നവനാകട്ടെ അവളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയും അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അവളെ എടുത്ത് ആ പെൺകുട്ടികളുടെ അടുത്തായിട്ട് ഒരിടത്ത് കെട്ടിയിടുന്നു. കുറച്ചു കഴിയുമ്പോൾ ഓണറും ആൾക്കാരും അവിടേക്ക് വരുന്നു. ഓണർ വന്നിട്ട് ഈ പെൺകുട്ടികളെ എല്ലാം തന്നെ നോക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളാകട്ടെ ആ ഓണറിന്റെ മുഖം കണ്ടതും പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി. ആ ഓണർ ആരാണെന്ന് മാത്രം നമ്മളെ കാണിക്കുന്നില്ല. ഓണറിന്റെ കയ്യിൽ നിന്ന് അവൻ കാശും വാങ്ങിയിട്ട് ഈ പെൺകുട്ടികളെ എവിടെയാണോ എത്തിക്കാൻ പറഞ്ഞത് അവിടെ എത്തിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അവരെല്ലാം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ട് നാഗമ്മയുടെ കയ്യിലെ കെട്ടഴിക്കുന്നുണ്ട്. അവള് വീണ്ടും അവനോട് കെഞ്ചി പറയുന്നുണ്ട് ഈ പെൺകുട്ടികളെ വെറുതെ വിടാൻ. എന്നാൽ അവൻ പറയുന്നുണ്ട് ഓണറിന്റെ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. എത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കാത്ത കാരണം വേറെ വഴിയില്ലാതെ അവനെ തന്നെ കൊന്നു കളയുകയാണ് നാഗമ്മ. അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് അവന്റെ കഴുത്തിറക്കുന്നു. അത് കണ്ട് ആ പെൺകുട്ടികളെല്ലാം അവിടെ കൂടി വരികയാണ്. പിഞ്ചു പെൺകുട്ടികളെ കൊണ്ടുപോയി വിൽക്കാനായിരുന്നു ഇവന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ സ്വന്തം ഹസ്ബൻഡ് ആണെന്ന് പോലും നോക്കാതെ നാഗമ്മ അവനെ കൊന്നതാണ്. എന്നിട്ട് അവിടെ നിന്നും ആ പെൺകുട്ടികളുമായിട്ട് രക്ഷപ്പെടുന്നു. കുട്ടികളെ കൊണ്ട് എത്തേണ്ടടുത്ത് രവി എത്താത്തത് കാരണം ആ ഓണറിന്റെ ആൾക്കാര് രവിയെ തേടി വരുന്നുണ്ട്. രവിയും രവിയുടെ വൈഫും മിസ്സിംഗ് ആണെന്ന് അറിയുന്നു. 2 ദിവസം കഴിയുമ്പോഴേക്കും രവിയുടെ ബോഡിയാകട്ടെ കടൽ തീർത്ത് അടിയുന്നുണ്ട്. പിന്നീട് പോലീസുകാരൻ നാഗമ്മയെ അന്വേഷിച്ച് നടപ്പായിരുന്നു. നാഗമ്മ തന്നെയാണ് അവനെ കൊന്നതെന്ന് അവർക്ക് ഏകദേശം ഉറപ്പാണ്. അതേസമയം പെൺകുട്ടികളെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് നാഗമ്മ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരോട് സംസാരിക്കുമ്പോഴാണ് നാഗമ്മ മനസ്സിലാക്കുന്നത് അവരെല്ലാവരും തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും ഉള്ളതാണ്. എല്ലാവർക്കും ഒന്നും തമിഴ് അറിയില്ല. 1-2 പേർക്ക് മാത്രമേ തമിഴ് അറിയൂ. ഒരു പടം വരച്ച് കാണിച്ചിട്ട് അവരുടെ വീട് എവിടാന്ന് ചോദിക്കുമ്പോൾ പലർക്കും വീടില്ലാന്ന് പറയുന്നു. ചിലരുടെ എല്ലാം തന്നെ അച്ഛനും അമ്മയാണ് കാശിന് വേണ്ടിയിട്ട് ഇവരെ വിറ്റത് തന്നെ. ഇതെല്ലാം കേൾക്കുമ്പോൾ നാഗമ്മ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ തന്നെയാണ് നാഗമ്മ തീരുമാനിച്ചത്. അതേസമയം പെൺകുട്ടികളെയും കൊണ്ട് നാഗമ്മ പോയെന്ന് മനസ്സിലായതോടുകൂടി ആ ഓണറിന്റെ ആൾക്കാർ അവളെ തെരഞ്ഞു നടപ്പുണ്ടായിരുന്നു. നാഗമ്മ പെൺകുട്ടികളെയും കൊണ്ട് കന്യാകുമാരി ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴേക്കും അവരെ അന്വേഷിച്ച് ആ ഗുണ്ടകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയൊക്കെയോ പെൺകുട്ടികളെ കൊണ്ട് ബസ്സിൽ കയറി നാഗമ്മ കന്യാകുമാരിയിലേക്ക് വരുന്നു. 1-2 ദിവസം കയ്യിലുണ്ടായിരുന്ന കാശ് വെച്ചിട്ട് അവർ ആഹാരം കഴിക്കുകയും ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സിനിമകൾ വീണ്ടും വീണ്ടും കാണുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ നാഗമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം തന്നെ തീർന്നു. ഇനി അവൾക്ക് എന്തെങ്കിലും ജോലി കണ്ടെത്തിയെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. ഒഴിഞ്ഞു കിടന്നൊരു പൊളിഞ്ഞ കെട്ടിടം തൽക്കാലം അവർ അഭയത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. ഉൾഗ്രാമത്തിൽ ആരും കാണാതെ പല ജോലികളും ചെയ്യാൻ വേണ്ടിയിട്ട് നാഗമ്മ ജോലി അന്വേഷിച്ച് നടന്നെങ്കിലും ആരും തന്നെ അവൾക്ക് ജോലിയൊന്നും കൊടുത്തില്ല. ഒടുവിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അവളങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോഴാണ് കാണുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ടുകളായ കുറച്ച് സ്ത്രീകൾ അവിടെ നിൽക്കുന്നത്. ഒടുവിൽ ആ കുട്ടികളുടെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് കാശിന് വേണ്ടി നാഗമ്മയും ആ റോഡിലേക്ക് പോയി നിൽക്കുന്നു. അങ്ങനെ ഒരു കസ്റ്റമർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിറ്റേന്ന് അവള് ആഹാരവും ഒരുപാട് കളിപ്പാട്ടങ്ങളും തുണികളും ഒക്കെ ആയിട്ടാണ് കുട്ടികളുടെ അടുത്തേക്ക് വരുന്നത്. ആ 8 പെൺകുട്ടികളും നാഗമ്മയെ സ്വന്തം അമ്മയെ പോലെ കണ്ടു തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നാഗമ്മ റോഡിലേക്ക് വരുമ്പോൾ അവിടെ നിന്നിരുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ എല്ലാം തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. അവൾ പേടിച്ചൊളിച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ചെല്ലപ്പ വരുന്നതും പോലീസുകാരുമായിട്ട് തർക്കിച്ച ശേഷം പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ എല്ലാം തന്നെ വെറുതെ വിടുന്നത്. ചെല്ലപ്പ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് നാഗമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ നാഗമ്മ ചെല്ലപ്പെ കാണുകയും നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഓണർ ആരാണെന്ന് ചോദിക്കുമ്പോൾ നാഗമ്മ പറയുന്നുണ്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. കാരണം എന്റെ അവസ്ഥയിൽ ഞാൻ ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുമെന്നായിരുന്നു അവളുടെ ടെൻഷൻ. ഒരു കാര്യം ചെയ്ത് തൽക്കാലം എന്നോട് പറയേണ്ട, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പിറ്റേന്ന് അവിടെ ഉത്സവം നടക്കുന്നിടത്ത് ഒരു വൃദ്ധയായ സ്ത്രീയെ ആ കുട്ടികളെ എത്രയും നോക്കാൻ ഏൽപ്പിച്ച ശേഷം നാഗമ്മയാകട്ടെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. താൻ വരുന്നിടം വരെ സേഫ് ആയിട്ടിരിക്കാനും കുട്ടികളോട് അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നാഗമ്മയെ കാത്ത് ആ ഗുണ്ടകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾ എന്തെന്ന് ചോദിച്ചിട്ട് നാഗമ്മയെ അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നാഗമ്മ പറയാൻ കൂട്ടാക്കതായപ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് അവളെ കുത്തുകയും വെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ നേരം നാഗമ്മ ചെറുത്തു നിന്നു. ഒടുവിൽ അവരുടെ വെട്ടേറ്റ് നാഗമ്മ വീണതും അത് കണ്ടുകൊണ്ടാണ് ചെല്ലപ്പ അവിടേക്ക് ഓടി വരുന്നത്. അവൾ ഉത്സവ സ്ഥലത്ത് നിന്നാണ് വന്നതെന്ന് ആ ഗുണ്ടകൾ മനസ്സിലാക്കിയതോടുകൂടി കുട്ടികൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവർ അവിടേക്ക് പോകുന്നു. ഇവിടെ മരിക്കുന്നതിന് മുമ്പ് ചെല്ലപ്പയോട് അവൾ പറയുന്നുണ്ട് തന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ആ ഗുണ്ടകൾ പോയിട്ട് കുട്ടികളെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ചെല്ലപ്പ അവിടേക്ക് വരികയും ആ കുട്ടികളെ എല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നിങ്ങളുടെ നാഗമ്മ മരിച്ചുവെന്നും നാഗമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നും അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അയാളെ വിശ്വസിച്ചു. എന്നിട്ട് ആ കുട്ടികളെയും കൊണ്ട് അയാൾ നേരെ പോകുന്നത് പ്രിയംവദയുടെ അടുത്തേക്കായിരുന്നു. ആ 8 കുട്ടികളെയും അവർ പരസ്പരം കാണാത്ത രീതിയിൽ പലയിടങ്ങളിലായിട്ട് നിർത്തിയിട്ട് അവരെ നല്ലപോലെ പഠിപ്പിക്കണമെന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ ട്രസ്റ്റിന്റെ സഹായത്തോടുകൂടി ചെയ്യണമെന്നും പറയുന്നു. എന്നിട്ട് ചെല്ലപ്പ ആ 8 പെൺകുട്ടികളെയും 8 സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ 8 പേർക്കും പുതിയ പേരും കൊടുക്കുന്നു. ദേവിയുടെ 8 അവതാരങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഓരോരുത്തർക്കും ചെല്ലപ്പ കൊടുത്തത്. ഒരു കാരണവശാലും നിങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ച രാക്ഷസന്റെ മുഖം നിങ്ങൾ മറക്കരുതെന്നും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ പെൺകുട്ടിയായ മുത്തിനെയും ഒരിടത്താക്കിയ ശേഷം കണ്ണു നിറച്ചുകൊണ്ടാണ് ചെല്ലപ്പ അവിടെ നിന്നും പോകുന്നത്. ഇവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ പെൺകുട്ടികൾ സക്കറിയോടും നന്ദിനിയോടും പറയുന്നുണ്ട് ഞങ്ങളെ ഉപദ്രവിച്ച രാക്ഷസൻ ചെല്ലപ്പയല്ലാന്ന്, ഞങ്ങളെ സംരക്ഷിച്ച വ്യക്തിയാണ് ചെല്ലപ്പ. അപ്പോഴേക്കോ പോലീസുകാർ വന്നിട്ട് പെൺകുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. സക്കര ആകെ വല്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം ഇത്രയും നേരം അവൻ ചെല്ലപ്പയെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ആ പ്രിയംവദ ചെല്ലപ്പയെ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റിദ്ധാരണയോടുകൂടി അവർ ചെല്ലപ്പയെ കുറിച്ച് മോശമായിട്ട് സക്കരയോട് പറഞ്ഞതും. ഇതോടുകൂടി സക്കരയ്ക്ക് മനസ്സിലായി ഈ പെൺകുട്ടികൾ പറഞ്ഞ കാര്യം വെച്ചിട്ട്
വെച്ചിട്ട് വലിയ എന്തോ ഹ്യൂമൻ ട്രാഫിക് നടക്കുന്നുണ്ടെന്ന്. ആ ഒരു കേസ് തന്നെയായിരിക്കും 10 വർഷമായിട്ട് രഹസ്യമായിട്ട് ചെല്ലപ്പ അന്വേഷിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെയാണെങ്കിൽ ചെല്ലപ്പയുടെ മരണത്തിനും അതിനും തമ്മിൽ ബന്ധമുണ്ട്. അതിന്റെ പിന്നിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ചെല്ലപ്പയെ കൊന്നതും. അതേസമയം ഇവിടെ സുന്ദരാകട്ടെ ദാമുവിനോട് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. അത് കേട്ടത് ദാമു ഞെട്ടി. കാരണം പണ്ട് മുതലേ അച്ഛൻ ഏതൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇവിടെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു. മാത്രമല്ല നീ അച്ഛനെ നോക്കുന്ന വിധവും അച്ഛന്റെ ഫോട്ടോ നിന്റെ റൂമിൽ വെച്ചിരിക്കുന്നതും അച്ഛനെ ആരാധിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നി. നിന്റെ അമ്മയുടെ പേര് ഉഷ എന്നാണ്. അച്ഛന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ടുകാലത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടന്ന പെണ്ണിന്റെ പേരും ഉഷ എന്ന് തന്നെയാണ്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി നീ അച്ഛന്റെ മകൻ തന്നെയാണെന്ന്. എന്നാൽ ദാമു പറയുന്നുണ്ട് ഞാൻ മകനാണെന്നുള്ള സത്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്ന്. അത് സുന്ദറിനൊരു ഷോക്കായിരുന്നു. കാരണം മകനാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും നിന്നെ വീട്ടിലെ ജോലിക്കാരനാക്കിയതും ഡ്രൈവറാക്കിയതും ഒക്കെ മനഃപൂർവ്വമാണെന്നാണ് ഞാൻ കരുതിയത്. സ്വന്തം മകനോട് ഒരു അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നിയതും ഇത്രയും കാലം മിണ്ടാതിരുന്നതും. അതൊക്കെ ആലോചിച്ചപ്പോൾ സുന്ദറിന് വിഷമം തോന്നി. സക്കറിയാകട്ടെ ഹ്യൂമൻ ട്രാഫിക് പ്രിവെൻഷൻ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ചിലപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടികളുടെ ഹ്യൂമൻ ട്രാഫിക്കിനെ പറ്റിയിട്ട് അന്വേഷിക്കാറുണ്ടായിരുന്നെന്നും അവിടുത്തെ ഓഫീസർ പറയുന്നു. എന്നാൽ ഇത് വലിയൊരു നെറ്റ്വർക്ക് ആണെന്നും അതിന്റെ ഒരറ്റം തന്നെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും ആ ഓഫീസർ പറയുന്നു. ഇവരിത് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരിടത്ത് ഒരാള് പോയിട്ട് 2 പെൺകുട്ടികളെ അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടികളെ പലയിടത്തു നിന്നും ആൾക്കാർ കടത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെയെല്ലാം തന്നെ ലേലത്തിൽ വിൽക്കുകയും ചെയ്യും. ഈ പെൺകുട്ടികളെ എങ്ങനെയൊക്കെയാണ് കടത്തുന്നതെന്ന് ആ ഓഫീസർ ആകട്ടെ സക്കറിയോട് പറയുന്നുണ്ടായിരുന്നു. ആരും കാണാത്ത പെൺകുട്ടികളെ പല കണ്ടെയ്നറുകളിലും വ്യത്യസ്ത തരത്തിലുള്ള വാഹനങ്ങളിലും എല്ലാം തന്നെ ഒളിച്ചിരുത്തിയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നേരത്തെ നമ്മളെ കാണിച്ച 2 പെൺകുട്ടികളെയും ഒരാൾ കൊണ്ടുപോയായിട്ട് മറ്റൊരു വണ്ടിക്കാരന് കൊടുക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടികളെ ഷിപ്പിൽ കയറ്റി പല നാടുകളിലേക്ക് കൊണ്ടുപോകും. പിന്നീട് അവരെ ഒരിക്കലും കിട്ടില്ല. ഷിപ്പിൽ കയറ്റുന്നതിന് മുമ്പ് ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ രക്ഷിക്കാം. അതിനുശേഷം ഒരിക്കലും നമുക്ക് അവരെ കണ്ടെത്താൻ പോലും സാധിക്കില്ല. ഒരിക്കലാകട്ടെ പെൺകുട്ടികളെ ഷിപ്പിൽ കയറ്റാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് പോലീസുകാർ വളയുകയും പെൺകുട്ടികളെ രക്ഷിക്കാനും ശ്രമിച്ചു. എന്നാൽ ആ ഗുണ്ടകളാകട്ടെ പെൺകുട്ടികളുടെ കയ്യിലും കാലിലും എല്ലാം തന്നെ കല്ല് കെട്ടി അവരെ വെള്ളത്തിലേക്ക് ഇടുകയും കൊല്ലുകയും ചെയ്തു. അതോടുകൂടി ആ പെൺകുട്ടികളെ രക്ഷിക്കാനും സാധിച്ചില്ല, ഇവരെ കൈയോടെ പിടികൂടാനും സാധിച്ചില്ല. അതേസമയം നമ്മളെ കാണിച്ച പെൺകുട്ടികൾ ഗുണ്ടകളുടെ അടുത്ത് പേടിച്ചറിണ്ടിരുന്ന ആഹാരം കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവരെ ഷിപ്പിലേക്ക് കയറ്റുന്നതിനെ പറ്റിയായിരുന്നു ആ ഗുണ്ടകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ചെല്ലപ്പയുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡേറ്റയും തന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരുന്നു. എന്നാൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫയൽസിൽ നിന്നും അവർക്ക് ഒരാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് ആ പെൺകുട്ടികളെ കൊണ്ടുപോയില്ലേ, ആ ഒരാളുടെ ഫോട്ടോ തന്നെയായിരുന്നു അത്. ചെല്ലപ്പ ഹ്യൂമൻ ട്രാഫിക്കിനെ പറ്റി അന്വേഷിക്കുന്നതിൽ നിന്നും അയാളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ട് തന്റെ ഫയലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും കത്തി നശിക്കാത്തതുകൊണ്ട് ആ ഫോട്ടോ മാത്രം അവർക്ക് കിട്ടി. അത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ വ്യക്തിയുടെ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നു. ചിട്ടു എന്നായിരുന്നു അയാളുടെ പേര്. ഓൾറെഡി 2 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻ ട്രാഫിക് കേസിൽ അയാൾ ഒരു തവണ അറസ്റ്റ് ആയിട്ടുമുണ്ട്. അങ്ങനെ സക്കര കുറെ അന്വേഷിച്ച് ഈ ചിട്ടുവിനെ കൈയോടെ പിടികൊടുത്തു. ചിട്ടുവിനോട് സംസാരിക്കുന്നതിൽ നിന്നും സക്കരയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ചിട്ടു ആ റാക്കറ്റിന്റെ ചെറിയൊരു കണ്ണി മാത്രമാണ്. അതിലെ വലിയ വലിയ ആൾക്കാരെ ഒന്നും തന്നെ ചിട്ടുവിന് അറിയില്ല. പക്ഷെ അവനിൽ നിന്നും ഒരു ചെറിയ വിവരം സക്കരയ്ക്ക് കിട്ടുന്നുണ്ട്. 2 പെൺകുട്ടികളെ അവരിപ്പോൾ കടത്താൻ പോകുന്നുണ്ടെന്ന്. നേരത്തെ കാണിച്ച 2 പെൺകുട്ടികളുടെ കാര്യമായിരുന്നു ഇവർ പറയുന്നത്. മൂർത്തി അപ്പോ തന്നെ സക്കര ഇതെല്ലാം വിളിച്ചു പറയുന്നു. എന്നാൽ സക്കരയുടെ സീനിയർ പറയുന്നുണ്ട് തൽക്കാലം ഇതിന്റെ പുറകെ പോകാൻ നമുക്ക് പറ്റില്ല എന്ന്. ഹ്യൂമൻ ട്രാഫിക്കിന്റെ ആൾക്കാരെ നിങ്ങൾ അറിയിച്ചിട്ടില്ലേ, അതൊക്കെ അവർ നോക്കിക്കൊള്ളും. നീ അതിന്റെ പുറകെ പോകണ്ട, നിന്റെ കൂടെ വിടാൻ ഇവിടെ ആൾക്കാരുമില്ല. ഒടുവിൽ ആരുടെ സഹായമില്ലാതെ തന്നെ സക്കര ഫെർണാണ്ടസിനെ വിളിച്ചുകൊണ്ട് ആ ബോട്ടിൽ കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അതേസമയം ജയിലിലാകട്ടെ നന്ദിനി നോക്കുമ്പോൾ ആ പെൺകുട്ടികളെ കാണുന്നുണ്ടായിരുന്നില്ല. അവർ ആ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് അവൾ ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. ആ 8 പെൺകുട്ടികളും ചേർന്നിട്ട് നന്ദിനി ഉപദ്രവിക്കുന്നു. നീ മനഃപൂർവ്വം ഞങ്ങളുടെ കൂടെ സ്നേഹം അഭിനയിച്ച് ആ പോലീസുകാരന്റെ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുക്കുകയായിരുന്നില്ലേ എന്ന് ആ പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ നന്ദിനി പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്ന്. അവസാനം കുറെ നേരത്തെ തർക്കത്തിനൊടുവിൽ മുത്തു പറയുന്നുണ്ട് ചിലപ്പോൾ ഇവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന്. തൽക്കാലം ഇവരെ വെറുതെ വിടാനും പറയുന്നു. കാരണം നന്ദിനി നമ്മളെ പോലെ തന്നെയാണ് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ചെല്ലപ്പോൾ നമുക്ക് എല്ലാവർക്കും കത്തെഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ കത്തില് ഒരു പെൺകുട്ടിയുടെ സെക്ഷൽ അബ്യൂസിനെ പറ്റി സംസാരിക്കുകയും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേസ് നടത്തുകയാണെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കത്തിൽ പറഞ്ഞിരുന്ന അതേ നന്ദിനി തന്നെയാണിത്. ആ കത്തിൽ ചെല്ലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് പഴയതൊന്നും മറക്കാനും പറ്റുന്നില്ല, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനും പറ്റുന്നില്ല. അങ്ങനൊരു ചുഴിയിൽപ്പെട്ട അവസ്ഥയാണ് പെൺകുട്ടിക്ക്. ആ അവസ്ഥ നിങ്ങൾക്കും വരാൻ പാടില്ല. നിങ്ങൾ ഉപദ്രവിച്ച ആ രാക്ഷസനെ കാണുകയും അവന് വേണ്ട ശിക്ഷ വിധിക്കുകയും വേണം. ആ രാക്ഷസൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ എല്ലാവരെയും ആ കോട്ടേജിലേക്ക് ചെല്ലപ്പ വിളിച്ചത് തന്നെ. അങ്ങനെ അവർ ആ ടണലിലേക്ക് കയറിയതും കാണുന്നത് ആരോ കുറച്ച് ഡോക്യുമെന്റ്സും ആ ലാപ്ടോപ്പും കത്തിച്ചിട്ടിരിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ട് കത്തി നശിക്കുന്നതിന് മുമ്പ് അവരത് കെടുത്തിയിട്ട് നോക്കുമ്പോൾ അതിലവരെ ഉപദ്രവിച്ച ആ രാക്ഷസന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു നമ്പറും ഉണ്ടായിരുന്നു. ആ നമ്പർ അന്വേഷിച്ചാണ് നേരത്തെ മുപ്പിയാകട്ടെ ആ ജയിലിലെ റെക്കോർഡ് റൂമിൽ കയറിയത് തന്നെ. അവർ ആ രഹസ്യ ഡോർ വഴി അലമാരക്കുള്ളിലൂടെ പുറത്തിറങ്ങിയപ്പോ കാണുന്നത് ചെല്ലപ്പ മരിച്ചു കിടക്കുന്നതാണ്. പെൺകുട്ടികളെല്ലാം തന്നെ ആകെ ഷോക്കിലായി. ആരോ ചെല്ലപ്പയെ കൊന്നിട്ട് ഇതുവഴി പുറത്തു പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തോക്കും അയാളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ചെല്ലപ്പ ആത്മഹത്യ ചെയ്തതല്ലാന്ന് പെൺകുട്ടികൾക്ക് മനസ്സിലായി. എന്നാൽ നമ്മളിവിടെ നിൽക്കുന്നത് അപകടമാണെന്നും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ മുത്തു പറയുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് ആത്മഹത്യയാണെന്ന് തന്നെ പോലീസുകാർ കരുതും. ചെല്ലപ്പയുടെ കൊലയാളിക്ക് ശിക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് ഓരോരുത്തർക്കും പിടികൊടുക്കാം. എന്നിട്ട് പോലീസുകാരോട് പറയാം നമ്മൾ കോട്ടേജിലേക്ക് വന്നു, ചെല്ലപ്പ അവിടെ ഇരിക്കുന്ന
കണ്ടു, മുന്നിലിരുന്ന് തോക്കെടുത്തു, ചിലപ്പോ ഷൂട്ട് ചെയ്തു എന്ന്. നമ്മൾ 8 പേരും ഒരുപോലെ തന്നെ പറഞ്ഞിട്ട് പോലീസുകാരെ കൺഫ്യൂസ് ആക്കാം. അവരെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കത്തില്ല. എന്നാൽ മറ്റു പെൺകുട്ടികൾക്ക് ഇത് സമ്മതമായിരുന്നില്ല. നീ പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുത്തുവിനെ കൺവിൻസ് ചെയ്ത് അവർ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ അവിടെ നിന്നും പോയെങ്കിലും മുത്തു മാത്രം തിരിച്ചു വരികയാണ്. ആ സമയത്ത് അവൾ ആ കമ്പിയിൽ പിടിച്ചാണ് കയറുന്നതും. അതുകൊണ്ടാണ് അവളുടെ ഫിംഗർ പ്രിന്റ് ആ ഒരു സൈഡിൽ വന്നതും. അവൾ ചെല്ലപ്പയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെല്ലപ്പയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ആ ഡാൻസ് കളിക്കരുതെന്ന് പലതവണ പറഞ്ഞിരുന്നു. ഞാൻ എന്നിട്ടും അത് കേൾക്കാത്ത കാരണമല്ലേ ആ ഡാൻസ് ഗ്രൂപ്പ് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ നിയമം വരെ ഉണ്ടാക്കിയത്. എല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. അങ്ങനെ അവൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നിങ്ങളുടെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ തോക്ക് എടുത്തുകൊണ്ട് അലമാരിക്കുള്ളിൽ അവൾ കയറിയിരുന്നു. അലമാരിക്കുള്ളിൽ ഇരിക്കുമ്പോഴെല്ലാം തന്നെ അവൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, അവിടെ ഇരിക്കണോ പോണോ എന്നൊക്കെ. താൻ എന്താണെന്ന് ചെയ്തെന്ന് പോലും അവൾക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മുത്തുവിനെ പോലീസ് പിടിച്ചുവെന്ന് മനസ്സിലായതോടുകൂടിയാണ് ബാക്കി പെൺകുട്ടികളെല്ലാം തന്നെ മുത്തുവിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതും പല സ്റ്റേഷനുകളിലേക്ക് പോയി മൊഴി കൊടുത്തതും. ആ ഡാൻസ് ഗ്രൂപ്പിനെ ഇടയ്ക്ക് വെച്ച് പിടിച്ചിട്ട് ജയിലിലാക്കിയ സമയത്ത് മുത്തു ഒരു തവണ ഈ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും ഈ ജയിലിലേക്ക് തന്നെ കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ മനഃപൂർവ്വം പിടികൊടുത്തതും. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തിനാ ഈ പ്ലാൻ ചെയ്ത് ജയിലിലേക്ക് തന്നെ വന്നതെന്ന് ചോദിക്കുമ്പോൾ മുപ്പിയാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ റെക്കോർഡ് റൂമിൽ നടത്തിയ പേപ്പർ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ രാക്ഷസൻ ഈ ജയിലിലാണുള്ളതെന്നും പറയുന്നു. ആ പേപ്പറിലുള്ള ഫോട്ടോ കണ്ടതും ശരിക്കും നന്ദിനി ഞെട്ടിപ്പോയിരുന്നു. അത് സരോജയുടെ ഫോട്ടോയായിരുന്നു. ആ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിലും വിൽക്കുന്നതിന്റെ പിന്നിലും എല്ലാം തന്നെ സരോജയായിരുന്നു. അവർ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല ബിസിനസ് വുമണായിട്ടൊക്കെ തന്നെ അഭിനയിക്കുകയായിരുന്നു. ആ ജയിലിലെ തന്നെ ചില പോലീസുകാരികൾ സരോജയുടെ കൂടെ നിന്നിട്ട് അവരെ സഹായിക്കുന്നുമുണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന നന്ദിനിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സുന്ദര മാലതിയോട് ചെല്ലപ്പയെ പറ്റി പറയുന്നതായിരുന്നു. അച്ഛൻ ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷെ ആളൊരു നല്ല മനുഷ്യനായിരുന്നു. ആളുടെ ജീവിതത്തിൽ ആള് ചെയ്ത ഒരു തെറ്റ് ദാമുവിന്റെ അമ്മയുടെ കൂടെ ഒരു അഫെയർ വെച്ചു എന്നതാണ്. അതുകൊണ്ട് അച്ഛനെ മുഴുവനായിട്ട് ഒരു തെറ്റുകാരനായിട്ട് കാണണ്ടെന്നും അവൻ അമ്മയോട് പറയുന്നു. അങ്ങനെ മാലതി ദാമുവിനോട് ക്ഷമിക്കുകയും അവനെയും സ്വന്തം മകനായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നന്ദിനിയാകട്ടെ സരോജ ആണ് ഇതിനെല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ കാര്യം സക്കരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നു. എന്നാൽ ആ പോലീസുകാരി അവളെ ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഫോൺ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം ഇവിടെ കോട്ടേജിൽ വന്നിട്ട് സക്കരെ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് മുത്തു ഇരുന്ന ആ അലമാര പുറത്തുനിന്ന് പൂട്ടിയത് ആരാണെന്നായിരുന്നു. മൂർത്തിയും സക്കര അവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂർത്തിയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നതിൽ മൂർത്തി പറയുന്നുണ്ട്, അതൊക്കെ ആലോചിച്ച് വെറുതെ എന്തിനാ കൺഫ്യൂസ് ആകുന്നതെന്ന്. എന്നാൽ സക്കര പറയുന്നുണ്ട്, കോട്ടേജിലേക്ക് ഈ ശവശരീരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരുമാണ് ആദ്യം വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് വന്നത്. മൊത്തത്തിൽ കയറിയിരുന്ന ശേഷം വേറെ ആരും ആ സമയത്ത് അത് പൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരായിരിക്കണം ആ ഒരു ഡോർ പൂട്ടിയിട്ടുണ്ടാവുക. ഞാൻ എന്തായാലും അലമാരയുടെ ഡോർ പൂട്ടിയിട്ടില്ല, അതിനർത്ഥം നിങ്ങളായിരിക്കുമെന്ന്. മൂർത്തിയെ സക്കര സംശയിച്ചതും മൂർത്തിയാകട്ടെ സക്കരയെ ആക്രമിക്കാൻ തുടങ്ങി. അതിനർത്ഥം മൂർത്തി തന്നെയാണ് ചെല്ലപ്പയെ കൊന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ മൂർത്തിയെ ചക്കര കീഴ്പ്പെടുത്തുന്നു. ആ സമയത്ത് മൂർത്തി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അന്ന് രാത്രി ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചെല്ലപ്പ. എന്നാൽ ആ ഒരു ഡോർ വഴി അവിടേക്ക് വന്നത് മൂർത്തിയാണ്. ഹ്യൂമൻ ട്രാഫിക് കേസിന് പിറകെ ചെല്ലപ്പയുണ്ടെന്ന് മനസ്സിലാക്കിയ മൂർത്തിയാകട്ടെ അതിന്റെ തെളിവുകളെല്ലാം തന്നെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിരുന്നു വന്നത്. എന്നാൽ ഓൾറെഡി ചെല്ലപ്പയ്ക്ക് അറിയാമായിരുന്നു മൂർത്തിയും ഇതിന്റെ പിന്നിലുണ്ടെന്ന്. കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന വ്യക്തിയാണെന്ന് മൂർത്തിക്കറിയാം. ആ സരോജത്തിന്റെ കൂടെ മൂർത്തിക്കും ബന്ധമുണ്ടായിരുന്നു. ഒരു പോലീസിന്റെ സഹായം ഇല്ലാതെ പെൺകുട്ടികളെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകാൻ സരോജയ്ക്ക് സാധിക്കില്ല എന്ന് ഓൾറെഡി ചെല്ലപ്പയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ സംശയം മൂർത്തിയിലേക്ക് നീങ്ങുകയും അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ആ തെളിവുകളെല്ലാം തനിക്ക് തരണമെന്ന് മൂർത്തി പറഞ്ഞെങ്കിലും ചെല്ലപ്പ കേട്ടില്ല. അവസാന നിമിഷ നേരം കൊണ്ട് മൂർത്തിയാകട്ടെ ചെല്ലപ്പയെ കൊല്ലുകയായിരുന്നു. അതിനുശേഷം തോക്കെടുത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചിട്ട് അതൊരു ആത്മഹത്യയാക്കി മാറ്റി. എന്നിട്ട് അതേ അലമാരയ്ക്കുള്ളിലൂടെ തന്നെ ഇറങ്ങി ടണലിലേക്ക് പോവുകയും അവിടെ വെച്ച് ലാപ്ടോപ്പും ഡോക്യുമെന്റ്സും എല്ലാം തന്നെ കത്തിക്കുകയും ചെയ്തു. അയാൾ അവിടെ നിന്നും പോയ ശേഷമായിരുന്നു ആ പെൺകുട്ടികൾ വരുന്നതും ഇയാളുടെ മൃതദേഹം കാണുന്നതും. രാവിലെ ചെല്ലപ്പയുടെ മൃതദേഹം കണ്ടിട്ട് അകത്തേക്ക് ഡോറ് പൊളിച്ചു വന്ന മൂർത്തിയാകട്ടെ ആ അലമാരയ്ക്കുള്ളിലെ രഹസ്യ വഴി ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലമാര പുറത്തുനിന്നും പൂട്ടിയത്. അയാൾക്ക് അറിയില്ലായിരുന്നു അതിനകത്ത് മുത്തു ഇരിപ്പുണ്ടെന്ന്. അയാൾ ചെയ്ത ആ ഒരു മിസ്റ്റേക്കാണ് ഈ കേസിന് വലിയൊരു വഴിത്തിരിവായത് തന്നെ. അതേസമയം ഇവിടെ ജയിലില് വലിയ എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് നന്ദിനിക്ക് തോന്നാൻ തുടങ്ങി. സരോജ അവരുടെ കൂടെയുള്ള ആൾക്കാരും സംസാരിക്കുന്നത് നന്ദിനി കേൾക്കുന്നുണ്ട്. താനെന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ 8 പെൺകുട്ടികൾ തന്നെയാണ് ഈ ജയിലിലുള്ളതെന്ന് സരോജവും ഓൾറെഡി മനസ്സിലാക്കിയിരിക്കുന്നു. അവരെ എല്ലാവരെയും തന്നെ കൊല്ലാനായിരുന്നു സരോജത്തിന്റെ പ്ലാൻ. ഇവിടെ സത്യങ്ങൾ മനസ്സിലാക്കി മൂർത്തിയും സക്കരയും തമ്മിൽ അടി നടക്കുമ്പോഴാകട്ടെ മൂർത്തി എന്തോ ഒരു സാധനം എടുത്ത് സക്കരയുടെ തലയിലടിക്കുകയും അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ബോട്ട് വഴി ആ 2 പെൺകുട്ടികളെ ആ ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത് തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഫെർണാണ്ടസ് അവിടേക്ക് വരികയും സക്കരയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നന്ദിനിയാകട്ടെ 8 പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ആ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ആ പെൺകുട്ടികളാകട്ടെ നന്ദിനി അവിടെ പൂട്ടിയിട്ടിട്ട് പറയുന്നുണ്ട്, ആ രാക്ഷസയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജയിലിലേക്ക് വന്നതെന്നും അവര് ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെ കൊല്ലുമെന്നും. അങ്ങനെ സരോജയുടെ ആൾക്കാരും ആ പെൺകുട്ടികളുടെ ആൾക്കാരും തമ്മിൽ ജയിലിൽ വലിയ സംഘർഷം നടക്കുകയാണ്. എന്നാൽ ആ സരോജയുടെ ആൾക്കാരെല്ലാം തന്നെ ആ പെൺകുട്ടികളെ അടിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തളർന്ന് അവശയായി വീണെങ്കിലും അവസാനം എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് എഴുന്നേറ്റ് സരോജയെ അടിക്കാൻ ആരംഭിച്ചു. ഇവിടെ സക്കര പെൺകുട്ടികളെ രക്ഷിക്കാൻ ബോട്ടിന്റെ അടുത്തേക്ക് വന്നതും പോലീസിനെ കണ്ടതും ആ പെൺകുട്ടികളെ 2 പേരെയും കൈ കെട്ടിക്കൂട്ടി അവർ കടലിലേക്ക്
എറിയുന്നു. എന്നാൽ സക്കര തക്ക സമയത്ത് തന്നെ കടലിലേക്ക് ചാടി ആ 2 പെൺകുട്ടികളെയും തന്നെ രക്ഷിക്കുന്നുണ്ട്. അവർ 2 പേർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. സരോജയെ ആ 8 പെൺകുട്ടികളും ചേർന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന കണ്ടിട്ട് നന്ദിനി അവരെ എല്ലാം തന്നെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് സരോജയെ ഒരു സൈഡിൽ പൂട്ടിയിടുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഇവരെ കൊല്ലരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നന്ദിനിയെ മറികടന്നും അവരെ കൊല്ലാനായിരുന്നു ആ 8 പേരുടെയും തീരുമാനം. പക്ഷെ നന്ദിനി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇതുപോലെ എന്നെ ഉപദ്രവിച്ച ആളെ ഞാൻ കൊന്നിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഒരു ജീവൻ എടുക്കുന്നതിന്റെ വേദന വളരെ വലുതാണെന്നും ആ ഒരു കുറ്റബോധം നിങ്ങളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്നും അവൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ നിയമത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങളുടെ കൈകൊണ്ട് ഒരിക്കലും ഇവരെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നേരം നന്ദിനി കരഞ്ഞു പറയുമ്പോൾ അവൾ പറയുന്നത് ശരിയാണെന്ന് അവർക്കും തോന്നാൻ തുടങ്ങി. ഒരു വിധത്തിൽ ആ പെൺകുട്ടികളുടെ മനസ്സിലുള്ള കൊല ചെയ്യാനുള്ള പകയെല്ലാം തന്നെ പതിയെ പതിയെ നന്ദിനി ഇല്ലാതാക്കുന്നു. എല്ലാവരും വന്ന് നന്ദിനി കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാരെല്ലാം പിന്നീട് സരോജ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചെല്ലപ്പേ കൊന്നവരെ പിടിച്ചതുകൊണ്ട് തന്നെ ആ 8 പെൺകുട്ടികളെയും ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. അവർ നന്ദിനിയോട് യാത്ര പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. നന്ദിനിയുടെ കേസിനും വിധി വരുന്നുണ്ട്. ഓൾറെഡി തന്നെ അവളുടെ ട്രയൽ എല്ലാം പൂർത്തിയായിട്ട് ഫൈനൽ ഹിയറിംഗിന് മുമ്പായിരുന്നല്ലോ ചെല്ലപ്പൻ മരിച്ചത്. അതുകൊണ്ട് വീണ്ടും ഒരു റീട്രയലിന് പോകണ്ട എന്നും അവളെ കുറെ വർഷങ്ങളായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളെ സ്വയം രക്ഷാർത്ഥമാണ് അവൾ കൊന്നതെന്നും അതുകൊണ്ട് അവളെ കുറ്റക്കാരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനിയും വെറുതെ വിടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സക്കരയായിരുന്നു. അതിനുശേഷം കടൽ തീർത്ത് അവർ 2 പേരും കൈകോർത്തുവെന്ന് സംസാരിക്കുന്നിടത്താണ് ഈ ഒരു സീരീസിന്റെ സീസൺ 2 അവസാനിക്കുന്നത്. ഇതിന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഫസ്റ്റ് സീസൺ ആണോ സെക്കൻഡ് സീസൺ ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.